हरे कृष्णा सर्वं कृष्णार्पणमस्तु प्रभात की जय गुरु महाराज की जय राधा പവൻപ്രേഷൻ की जय ഓം ശ്രീ മാത്രേ നമഃ. ഇന്ന് നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയാണ്, മകം തൊഴലാണ്, അതുപോലെ പൗർണമിയാണ്, ചന്ദ്രഗ്രഹണമാണ്, അമ്മയുടെ പിറന്ന ദിവസമാണ്. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും സമ്പൽ സമൃദ്ധിയും അഷ്ടൈശ്വര്യങ്ങളും ഭൗതികമായ ഉയർച്ചയും ആത്മീയ ഉന്നതിയും എല്ലാം ഭഗവാൻ നൽകട്ടെ. കിച്ചൂട്ടൻ്റെയും രാധാറാണിയുടെയും സമക്ഷം നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്നത് 110 പേരുടെ അന്നദാനമാണ്. അപ്പം 110 പേർക്ക് വേണ്ടിയിട്ട് നമ്മളിത് ഇവിടെ പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, കൂട്, ഇതാണ് കൂട്. തമിഴ്നാട്ടിലൊരു വിശേഷപ്പെട്ട ഫുഡാണ്. മുതിരയല്ലേ, റാഗി അല്ലേ മാതാജി? റാഗി, ചോറ്, തൈര്, അങ്ങനെ പല പല സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ളൊരു വ്യത്യസ്തമായ ഒരു സംഭവമാണ് കൂഴ് എന്ന് പറയുന്നത്. അതിങ്ങനെ നല്ല നല്ല ബോക്സുകളിൽ പാക്ക് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ ഈ സെലോ ടാപ്പ് വെച്ച് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം, ഇല്ലെങ്കിൽ അതിങ്ങനെ ഷേക്കായി പോകും. അതിൻ്റെ ഒപ്പം അതിൻ്റെ ചട്നി ഉണ്ട്, അച്ചാറുണ്ട്, പിന്നെ ഉണക്കമുളക്, പപ്പടം, പിന്നെ നമ്മളുടെ ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് പൊങ്കലുണ്ട്. കണ്ടോ, ഇതെല്ലാം ഇങ്ങനെ നല്ല വെൽ പാക്കായിട്ടാണ് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പാക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറേയൊക്കെ ഇവിടെ ഇങ്ങനെ പാക്കായത് നമ്മളിങ്ങനെ ചാക്കിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. കണ്ടോ, ഇവിടെയും പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സി, അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വെള്ളം ബോട്ടിലുകളുണ്ട്, കേസ് കണക്കിന് ബോട്ടിൽസ്. നല്ല എന്താ പറയുക, നല്ല പ്ലാസ്റ്റിക് കവറിലാണ് നമ്മൾ കൊടുക്കുന്നത്. കണ്ടില്ലേ, വായിച്ചു നോക്കൂ. സാധാ പ്ലാസ്റ്റിക് കവറൊന്നല്ല, കണ്ടോ, എക്വാലൈസ്ഡ് പ്രൊഡക്റ്റാണ്. നല്ല ക്വാളിറ്റി കവറിലാണ് നമ്മൾ ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ചട്നിയൊക്കെ കണ്ടോ, ചട്നി ഇതൊക്കെ നമ്മളിങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കൂഴൊക്കെ നമ്മളിങ്ങനെ റെഡിയാക്കിക്കൊണ്ട് പാക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നദാനത്തിൽ കൂടാൻ താല്പര്യമുണ്ടോ? പാക്കിംഗ് ഇഷ്ടംപോലെ ജോലിയുണ്ട്. ഹരേ കൃഷ്ണ, നല്ല വിശപ്പുണ്ടെന്ന്. അസാധ്യ കൂഴാണ് എൻ്റെ പൊന്ന് സുരേഷ് മോനപ്പൻ മുതലാളി, സുരേഷ് മോനപ്പൻ മുതലാളി. അപ്പം കണ്ടില്ലേ, ഞാനിങ്ങനെ കുറേ പാക്കിങ്ങിൻ്റെ തിരക്കിലാണ്. ഇതൊക്കെ പാക്ക് ചെയ്യാന്ന് പറയണത് നല്ല ഹൈലി റിസ്ക്കാണ്. നല്ല ഹൈജീനിക് ആയിട്ടുള്ള വെൽ സെറ്റപ്പ് ബോക്സസിലാണ് നമ്മൾ കൊടുക്കുന്നത്. സാധാരണ കവറിലൊന്നും കയറ്റി കൊടുക്കാറില്ല. നല്ല നല്ല ഇത് അടഞ്ഞില്ലെന്ന് തോന്നുന്നു മാതാജി. കണ്ടോ, ഈ ഹോട്ടലിലൊക്കെ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന അതേ ക്വാളിറ്റിയിൽ. ക്ലിയർ? കാരണം മഞ്ചരീസ് കൊടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കണ്ടേ. കണ്ടില്ലേ, ഓക്കെ. അച്ചാറുകൾ, ചമ്മന്തി, ഇതും നല്ല ക്വാളിറ്റി കവറാണ്. കവറിൽ ഇതൊക്കെ കൊടുക്കുന്നു. വാട്ടർ ബോട്ടിൽ. സി, ഇങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് കഥ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പാക്കിംഗ് നടക്കില്ല. കുറച്ചൊക്കെ പാക്കിങ്ങിന് കൂടിക്കോളും. എന്ത് പറയണോ, കാരണം മഞ്ജലീസിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഉള്ള കാര്യങ്ങളും കൂടി കാണണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടാവും അറിയാം. കൂട്ടത്തിൽ നമുക്കിങ്ങനെ പാക്ക് ചെയ്ത് പോകാന്നേ. കൂടുന്ന ആരെങ്കിലുമൊക്കെ അവിടെ വെച്ചാൽ മതിയേ. കൂടുന്നുണ്ടെങ്കിൽ വരൂ, നമ്മുടെ കിച്ചൂട്ടിൻ്റെ രാധാറാണിയുടെയും വീട്ടിലേക്ക് വരൂ. ഓ, ബോക്സ് വേണോ? എത്ര എണ്ണം വേണോ? ഇനി 8 എണ്ണം വേണോ? നമ്മൾ അമ്മയുടെ അടുത്ത് കൂഴമ്മയുടെ അടുത്ത് ഉണ്ടോന്ന് വയ്ക്കാം. കൂഴ് GPay ഫോൺ എടുത്ത് 8 കൂഴ് അവർ പാർസൽ തരും. നമുക്കിന്ന് 110 കൂഴ് കൊടുക്കാനുണ്ടായിരുന്നു. 100 എണ്ണമായി. 8 എണ്ണം കുറവുണ്ട്. സാറില്ല, അത് നമുക്ക് അറേഞ്ച് ചെയ്യാം, നോ പ്രോബ്ലം. ഇല്ലെങ്കിൽ നമ്മൾ നാളെ കൊടുക്കും. കുറവുണ്ടെങ്കിൽ ബോക്സ് ഉണ്ടോ പാക്ക് ചെയ്യാൻ? ബോക്സ് ഉണ്ട്. കൂഴാണല്ലേ വേണ്ടത്? നോക്കാം, ചോദിക്കാം. കൂഴ നമുക്ക് കൂഴമ്മയുടെ അടുത്ത് കൂഴുണ്ടോ എന്ന് ചോദിക്കാം. ഹരേ കൃഷ്ണ. ഇല്ലെങ്കിൽ നമ്മൾ നാളത്തേക്ക് കൊടുക്കും. നാളെ കൊടുക്കും. 10 എണ്ണം കുറവാണെങ്കിൽ. എത്ര എണ്ണം? 8 എണ്ണമാണോ കുറവ്? 8 കൂഴിൻ്റെ കുറവുണ്ട്. ചെറിയ കാര്യമല്ല അന്നദാനം. കണ്ടോ,
അവർ ഫോൺ എടുക്കുന്നില്ല. ആരൊക്കെ കൂടുന്നു കൂഴ് പാക്കിങ്ങിലേക്ക്? സാരമില്ല, 8 എണ്ണം നമുക്ക് നാളെ കൊടുക്കാം. ആരൊക്കെ കൂടുന്നു? അടുത്താണേലും കൂടായിരുന്നു. ഓഹോ, ഉറപ്പായിട്ടും സീരിയസ്ലി തീർച്ചയായിട്ടും എല്ലാവർക്കും സ്വാഗതം. ആരൊക്കെ വരുന്നുണ്ട് അവർക്കൊക്കെ? അയ്യോ നാരായണ, നല്ല സന്തോഷമായിട്ട് നമ്മളിതൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് കുറേ പേർക്ക് കൊടുക്കുമ്പം അവർ നല്ല ഹൈജീനിക്കായിട്ട് കഴിക്കുമ്പം എത്ര സന്തോഷം ഉണ്ടാവുമെന്നറിയോ നമുക്ക്, ഇല്ലേ? സാധാരണ ഒരു കാട്ടിക്കൂട്ടലാവാൻ പാടില്ലല്ലോ. അതുകൊണ്ടല്ലേ കൊടുക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പാക്ക് ചെയ്ത് കൊടുക്കണം. അല്ലാണ്ട് നമ്മൾ വെറുതെ കൊടുക്കാൻ പാടില്ല. നമ്മുടെ എല്ലാ ഫുഡും പോകുന്നത് ഇങ്ങനെയുള്ള ബോക്സുകളിലാണ്. കാരണം ബോക്സിൽ കൊടുത്താലേ അതൊരു വൃത്തിയുള്ളൂ, അല്ലെങ്കിൽ പേപ്പറിലൊക്കെ കൊടുത്താൽ ശരിയാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ബോക്സിലൊക്കെ കൊടുക്കുന്നത്. ഇതൊക്കെ കൊടുത്ത് വന്നിട്ട് വേണം ഇനി ക്ലാസ് എടുക്കാൻ. ക്ലാസ് എടുത്തില്ലെങ്കിൽ മാതാജി ക്ലാസ് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് പരാതിയായിട്ട് വരും. എന്താ വേണ്ടേ? അടപ്പ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ഏതേലും മൂടാതെ പോയിട്ടോ. ഇതാ ഇനി വേണോ? എത്ര എണ്ണം ഇനി കുറവുണ്ട്? 99 ഉള്ളൂ. എത്ര എണ്ണം ഉണ്ട് നമുക്കിപ്പം? ഒരു കൂഴും കൂടി വേണോ? കുഴപ്പമില്ല, നമുക്ക് പോകുന്ന വഴിക്ക് കടയിൽ നിന്ന് മേടിക്കാം. 99 കൂഴുണ്ട്. അയ്യോ, ഇത്രയും കാര്യങ്ങളും ഷൂട്ടും ഡബിങ്ങും ഞാൻ എങ്ങനെ എത്തും ഉണ്ണികൃഷ്ണൻ പ്രഭു? എത്തണമെന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെയെങ്കിലും ഒരു ചാട്ടം ചാടാൻ നോക്കാം. നമുക്ക് നാട്ടിലേക്കൊന്ന് വരണം എന്നൊക്കെ ഉണ്ട്. എന്ത് പറയാനാ, ഇതൊക്കെയാണ് അവസ്ഥ. നോക്കാം, നമുക്ക് എങ്ങനെയെങ്കിലും എത്താൻ പറ്റിയ ഒട്ടനെ ഞാൻ ഉത്സവത്തിനെത്തും. ഒരു ദിവസമെങ്കിലും വന്നൊന്ന് തൊഴുതിട്ട് വരും. ദിവസം ഇങ്ങനെ പോണു. 3 മണി മുതൽ രാത്രി എന്താ പറയുക 11-12 മണി വരെ ഇങ്ങനെ പോണു. അതാ കാര്യം. നോക്കാം, എത്രയും പെട്ടെന്ന് ഉത്സവത്തിനെത്താൻ നോക്കാം. ഓക്കെ, ലീക്കായി പോയി. ഞാൻ ടേപ്പ് ഒട്ടിച്ചു തരാം. ഏതാ ഒട്ടിക്കാത്ത? ഒട്ടിച്ചു ഏതാ ഇവിടെ ഉണ്ട്. ഇത് വളരെ നല്ലതാ കൂഴ്. നീ കൊടുക്കുന്ന ലൈവ് ഓക്കെ. ഇപ്പം നമ്മളിങ്ങനെ പാർസൽ ബോക്സ് ഒക്കെ വാങ്ങിയത് കൊണ്ടാണ് കുറച്ചും കൂടി എളുപ്പമാകുന്നത്. കാരണം മഞ്ചരീസിലൂടെ അന്നദാനം നൽകിയാൽ അത് കൃത്യമായ കഴികളിൽ വ്യക്തമായ നല്ല രീതിയിൽ തന്നെ നമ്മൾ എത്തിക്കും. നല്ല പാക്കിങ്ങോടെ. അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തന്നത്. ഇന്നപ്പോൾ എത്ര എണ്ണ ഉള്ളത്? 99. 99 അന്നദാനം ഉണ്ട് ഇന്ന്. 100 ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. 10 എണ്ണ പറഞ്ഞത്. സാരില്ല, ബാക്കി 11 എണ്ണം നാളെ അന്നദാനം ഉണ്ട്. നമുക്ക് നാളത്തേക്ക് കൊടുക്കാം. ഇതൊക്കെ സെറ്റായതാ. പൊങ്കൽ എല്ലാം ഇതിലേക്ക് ഇനി കൂഴും വെള്ളം വെച്ചാൽ മതി അല്ലേ? ഓക്കെ, പാക്കിംഗ് ജോലിയാണ്.
പാക്കിംഗ് ജോലിയിലാണപ്പാ. ചെയ്തില്ല ചെയ്തില്ല. കണ്ടോ കണ്ടോ, വേഗം വേഗം കിട്ടും. രണ്ട് മൂന്ന് പേരുടെ സെറ്റിൽ ഇങ്ങനെ നിന്നാലേ നമുക്ക് പെട്ടെന്ന് ഇത് തീർക്കാൻ പറ്റും. ഇത് തീർക്കാൻ പറ്റില്ലപ്പാ. നമുക്ക് വേഗം കൊണ്ടു കൊടുക്കണ്ടേ. ഇതിലെല്ലാം വെച്ചല്ലേ, സെറ്റൊക്കെ ഇല്ലേ. കുറേ കഴിയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഇതിൽ കൂടാം. ഓക്കെ, ഇതെന്നാ ഇത് കുറഞ്ഞു പോകുന്നു. 98 ഉള്ളോ. സാറില്ല, വെള്ളം തരും, ഇങ്ങോട്ട് വയ്ക്കാമോ. അത് സാറില്ലേ, നമുക്ക് പാക്ക് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഒന്ന് കുറയാറുണ്ട്. അവൻ സാറില്ല, 98. അപ്പോൾ നാളെ 12 കൊടുക്കണം അല്ലേ. അതെ, തീർച്ചയായിട്ടും കൊടുക്കുന്നത് കറക്റ്റ് എണ്ണം കൊടുക്കണം. നമ്മളിതേ നമ്മുടെ കിച്ചൂട്ടൻ്റെ മുമ്പിൽ ഇരുന്നിട്ടാണ് കണ്ടോ. കിച്ചൂട്ടൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാക്കിങ്. ആദ്യത്തെ പന്തി കിച്ചൂട്ടനാണ്. കിച്ചൂട്ടന് കൊടുത്തിട്ടാണ് നമ്മൾ അന്നദാനം പുറത്തേക്ക് പോകുക. ആരാ ഈ കൊട്ടിക്കൊണ്ടിരിക്കണ പത്ത്. അങ്ങനെയാണ് നമ്മൾ അന്നദാനം പുറത്തു പോകുക. ഇന്ന് ഷൂട്ടിംഗ് ഇല്ല, അതല്ലേ അന്നദാനത്തിന് ഇരുന്നേ. ഷൂട്ടിംഗ് ഉണ്ട് ഇപ്പോൾ അവിടെ ആയിരിക്കും. ഷൂട്ടിംഗ് ഉള്ളത് അന്നദാനം ചെയ്യാൻ പറ്റൂലല്ലോ. ഷൂട്ടിങ്ങും അന്നദാനം എല്ലാം കൂടെ ഒരുമിച്ച് നടക്കില്ല. ഓക്കെ, തെരുവിലെ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു സന്തോഷം. അവർക്കറിയാം നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റി എന്താണ്, ടേസ്റ്റ് എന്താണ്, പാക്കിംഗ് എന്താണ്. അതുകൊണ്ടാണ് അവർ ഓടി നമ്മളോട് ഫുഡ് വാങ്ങിക്കാൻ വരുന്നത്. മനസ്സിലായോ? ഇപ്പം നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നല്ലേ ഭക്ഷണം കൊടുക്കുന്നത്. ഒരു പ്രസാദം ലഭിച്ചത് മാതാജിയുടെ കൈകളിലാണ്. ഹരേ കൃഷ്ണ, ഉണ്ണികൃഷ്ണൻ പ്രഭു. ഇനിയും വരും. ഇപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ തിരക്കും ഈ എന്താ പറയുക നമ്മുടെ മഞ്ജരീസിൻ്റെ അന്നദാനങ്ങൾ ഇതൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് അങ്ങോട്ട് എത്താൻ പറ്റാത്തത്. വരും. എല്ലാം ഭഗവത് സേവനം. കണ്ടില്ലേ, അവിടെ ഭഗവാന്റെ അന്നദാനം കൊടുക്കുന്നു, ഇവിടെ നമ്മൾ ഭഗവാന്റെ സമക്ഷം എന്താണ് പാവങ്ങൾക്ക് അന്നദാനം കൊടുക്കുന്നു അല്ലേ. എല്ലാം ഭഗവാന്റെ മക്കൾക്ക്. തേപ്പൊട്ടണം തന്നോളൂ, തേപ്പൊട്ടിച്ചില്ല. കൊണ്ടാട്ടമുളക് വേണോ? ആ ഫോൺ എടുത്തോന്നെ. പിന്നെ എന്താപ്പാ, നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര എളുപ്പമുണ്ടായിരുന്നു അന്നദാനം കൊടുക്കാൻ. എനിക്ക് ഇത്രയും കഷ്ടപ്പെടണോ? നമുക്ക് വർക്കൊക്കെ ഷെയർ ചെയ്തെടുത്തൂടെ? നമസ്തേ മാ. ഹലോ, പറയൂ മാ. ഓ, എന്താ മാ, എന്ത് ചെയ്യാനാ? ഓ വാട്സപ്പിൽ ഇട്ട് വെച്ചോളൂ കേട്ടോ, ഞാൻ നോക്കിക്കോളാം കേട്ടോ. അന്നദാനം പാക്കിംഗ് അമ്മ. ശരി മോളെ, ഓക്കെ. ഇതാണ് മഞ്ജരീസ്. കൊണ്ടാട്ടമുളക് വേണോ? വെള്ളം ഇടുന്നു. ആർക്കൊക്കെ വരാൻ തോന്നുന്നു ഞാൻ ചോദിക്കട്ടെ, അത് പറയൂ. ആർക്കൊക്കെ വരാൻ തോന്നുന്നുണ്ട്? എന്താ മെസ്സേജ് ഇട്ടിക്കണേ? നമ്മുടെ ഉണ്ട് വേണ്ടേ?
ഹരേ കൃഷ്ണ. അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് അലിയൻ, ഇവിടെ ഉണ്ട് പൊന്നോ. ഹരേ കൃഷ്ണ. പാക്കിങ്ങിന്റെ തിരക്കിലാണ്. അയ്യോ ഹരേ കൃഷ്ണ. ഒരിക്കലും ഇല്ല ഉണ്ണികൃഷ്ണൻ പ്രഭു. അങ്ങ് അന്ന് തന്ന കൈനീട്ടം ഇന്നും കിച്ചുവേട്ടൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ കിച്ചുവേട്ടന് സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങ് ഈ വർഷത്തിൽ ആദ്യമായി തന്ന കൈനീട്ടം അത് കിച്ചുവേട്ടൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഒത്തിരി ആളുകളിലേക്ക് ഭക്ഷണം എത്തിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് എന്താ പറയുക, എനിക്ക് മറ്റ് സേവനങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല. നാട്ടിലേക്കൊക്കെ 1-2 ചാരിറ്റി ഒക്കെ ചെയ്യാനുണ്ട്. അതൊന്നും എത്താൻ പറ്റിയിട്ടില്ല. വൈകാതെ എത്തും, സ്വസ്ഥമായിട്ട് വൈകാതെ ഓടിയെത്തും. ഓടി വന്നിട്ട് അതൊക്കെ നമ്മൾ ചെയ്യും. അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങനെ പോണു മഞ്ചേരീസിൻ്റെ ഓരോ കാര്യങ്ങളും. ആയോ? ചെയ്തോ. ഇത് സെലോ ടാപ്പ് ഒട്ടിച്ചില്ലെങ്കിലേ തൂവിപ്പോവും, എല്ലാം പുറത്ത് പോകും. അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എന്താപ്പാ അങ്ങനെ തൂവാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് സെലോ ടാപ്പ് പട്ടിച്ച് കൊടുക്കുന്നത്. ഒട്ടിക്കാത്ത തരാതളിയാ, ഒട്ടിച്ചത് മാത്രം തരൂ. നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി അധികം ഒഴിച്ചപ്പോഴേ 108 എണ്ണം കൊടുക്കുന്നതിൽ 12 എണ്ണം കുറഞ്ഞു പോയി. സാറിൽ അത് നമുക്ക് നാളെ കൊടുക്കാം. ഓക്കെ, ബോറടിക്കുന്നുണ്ടോ? അന്നദാനം പാക്കിങ് കണ്ടിട്ട് അമ്മേ നാരായണ. ഇങ്ങനെ ഇരുന്ന് പാക്ക് ചെയ്യുമ്പോഴേ ഒന്ന് നമുക്കിവിടെ ഭയങ്കര ചൂടാണ്, 2 എന്താ പറയുക ഭയങ്കര ബാക്ക് പെയിൻ വരും. അതാ കാര്യം. അത് സാരില്ലെന്നേ, നമ്മുടെ മഞ്ചേരീസ് കാരണം 10-100 പേര് ഭക്ഷണം കഴിക്കാറുമ്പോൾ ചെറിയ കാര്യമല്ലല്ലോ. നമ്മൾ ഉണ്ടാക്കുന്നു, നമ്മൾ പാക്ക് ചെയ്യുന്നു, പാക്കിംഗ് മെറ്റീരിയൽസ് നമ്മൾ പോയി വാങ്ങുന്നു. ജോലി നടക്കട്ടെ, ഞാൻ ശല്യം ചെയ്യുന്നില്ല. അങ്ങനെയൊന്നുമില്ല, ഒരു ശല്യവും ഇല്ല. ഇതൊക്കെ നമുക്ക് സ്ഥിരമായിപ്പോയി. നീ ഇത് കൊടുക്കണം. ഇതും കൊണ്ട് നമ്മൾ ഇപ്പം ഇറങ്ങും. പാക്കിങ് കഴിഞ്ഞ ഉടനെ നമ്മൾ ഇതും കൊണ്ട് പൊട്ടിച്ച വെള്ളം ഇരിപ്പുണ്ടല്ലോ റൂമിൻ്റെ അകത്ത്. ഇതിൻ്റെ ഇവിടെ ഇരിക്കില്ല. എത്ര വേണം? പൊട്ടിക്കാത്ത കേസ് എടുക്കരുത്, പൊട്ടിച്ച കേസ് എടുക്കും കേട്ടോ ബിന്ദമ്മ. ആർക്കൊക്കെ ചെയ്യാൻ തോന്നുന്നു പാക്കിംഗ് ജോലി കണ്ടിട്ട്? കവർ വേണോ? ഇതാ ഒരു കവർ. ആർക്കൊക്കെ ചെയ്യാൻ തോന്നുന്നു? ആർക്കും ചെയ്യാൻ തോന്നുന്നില്ല. ബോറടിക്കണ്ടോ? കുറച്ച് കവർ തന്നെ പിന്നമ്മ. വേഗം വേഗം. അയ്യോ, ഇത് മീൽസിന്റെ കവറാ. അത് ഇത് ബിന്ദമ്മ പോയിട്ട് മീൽസിന്റെ കവർ എടുത്തോണ്ട് വന്നു.
വേഗം വേഗം തരൂ ടിന്റമ്മേ, സമയം പോണ ടിന്റമ്മേ. കൂട്ടാണിത്. കവർ ഇഷ്ടം പോലെ മേടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. എനിക്ക് രചന മാതാജി സഹായിക്കാൻ തോന്നുന്നു, പക്ഷെ വരണ്ടേ മാതാജി. ഇതൊക്കെ നടക്കുപ്പാ, അതൊക്കെ ഒരിക്കൽ നടക്കും. ധൈര്യമായിട്ടിരിക്കേ. എന്തായാലും വിട്ടുപോയത് ചേട്ടൻ. നമ്മളെ കവർ തന്നെ അതൊക്കെ നടക്കും. ഒരു ദിവസം വരാട്ടോ. തരൂ തരൂ, ഉള്ള കവറും കൂടെ തരൂ. നമസ്തേ അമ്മ. ഓ, നാളെ അന്നദാനമുണ്ട്. ഇന്ന് ഫുഡ് കഴിഞ്ഞു. ക്ഷമിക്കണം, വാട്സപ്പിൽ ഇട്ട് വെക്കും. നാളെ അന്നദാനമുണ്ട്, അതിലേക്ക് ഉൾപ്പെടുത്താട്ടോ. ഓ ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. അമ്മ നാളെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി കേട്ടാ. ഇന്ന് തികഞ്ഞില്ല മാതാജി ഫുഡ്, അതുകൊണ്ടാണേ. 110 എണ്ണം പറഞ്ഞിട്ട് 99 എണ്ണേ ഉള്ളൂ, അതുകൊണ്ടാട്ടോ. ശരി ശരി, നാളെ രാവിലെ വിളിക്കണേ, എഴുതിയെടുക്കാം കേട്ടാ. ശരി അമ്മ, ശരി ശരി, നമസ്തേ. പാവം, കഴിഞ്ഞ ആഴ്ച 2 അന്നദാനം തന്നിരുന്നു മാതാജി, എൻ്റെ പേര് കണ്ടില്ല. ഇന്ന് ഭക്ഷണമല്ലല്ലോ, നമ്മളെങ്ങനെ കൊടുക്കും? അങ്ങനെ നമ്മുടെ അന്നദാനം ഫൈനൽ ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതും കൊണ്ട് ഞാൻ ഇപ്പം റോട്ടിലേക്ക് വരും. അപ്പോഴും ലൈവ് ഉണ്ടാവും. ആരും ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങണ്ട കേട്ടാ. ഞാൻ ലൈവ് കട്ട് ചെയ്യട്ടെ, ലൈവ് കട്ട് ചെയ്യട്ടെ. ഈ ജോലികൾക്കിടയിൽ സ്വന്തം ആരും കൂടി സത്യം സത്യം ഒക്കെ ശരിയാവുപ്പാ, എല്ലാം ശരിയാവും. ഭഗവാൻ ഇല്ലേ? അയ്യോ, ഇത് സെലോ ടപ്പ് കിട്ടില്ല. അങ്ങനെ നമ്മുടെ അന്നദാനം ഫൈനൽ പാക്കിങ്ങിലേക്ക് കടന്നു. അല്പസമയത്തിനുള്ളിൽ ലൈവിൽ വരും കേട്ടോ. ഇത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ 2 മണിക്കൂർ കിടന്നുറങ്ങിയിട്ട് വൈകുന്നേരം ക്ലാസ് എടുക്കാൻ വരും. ക്ലാസ് കാണാൻ എല്ലാവരും വരണം കേട്ടോ. കണ്ടില്ലേ? അപ്പം വീട്ടിലെ ജോലിയും അന്നദാനത്തിൻ്റെ ജോലിയും പുറത്ത് ഷൂട്ടിങ്ങും ഡബിങ്ങും അഞ്ജലീസിൻ്റെ ക്ലാസ്സും എല്ലാം ഉണ്ട്. കഴിഞ്ഞോ? അപ്പം ഇതൊക്കെ എന്നതാ എക്സ്ട്രാ ആണോ? എന്തൊക്കെയാ എക്സ്ട്രാ ഉള്ളത്? എന്തൊക്കെയാ എക്സ്ട്രാ ഉള്ളത്? 4 പൊങ്കല്. ഇത് 4 പൊങ്കലല്ലെന്നേ. അപ്പം 2 പൊങ്കൽ ഇങ്ങെടുക്ക്. ഒരെണ്ണം തന്നാൽ മതി, ബാക്കി പൊങ്കൽ എനിക്ക് എക്സ്ട്രാ കൊടുക്കും. ഇതൊക്കെ പാക്കായില്ലേ? കുറച്ച് പൊങ്കൽ ബാലൻസ് ഉണ്ട്, ആർക്കെങ്കിലും വേണോ? അയ്യോ, ഞാനോ? ഈശ്വര, എത്ര എണ്ണം വേണം? 10-12 ബാലൻസ് വരും നാളത്തേക്ക്. അല്ല, നാളത്തേക്ക് എത്ര ഫുഡ് വേണം? 12 എക്സ്ട്രാ വേണം. ഇന്നത്തെ 12 എണ്ണം കുറവാണ്. അത് നമ്മൾ എത്ര ഭക്ഷണം ഉണ്ടാക്കിയാലും എക്സ്ട്രാ കുറച്ചെണ്ണം കുറവ് വരും. ഇത് പിടിച്ചേ. ഇനിയിപ്പം ഈ ബാലൻസ് വന്ന പൊങ്കലെല്ലാം കൂടെ കവറില്ല. ശർക്കര പായസം പോലെ ഇതൊക്കെ എക്സ്ട്രാ വന്നത് നമുക്ക് ഇതൊക്കെ ആർക്കെങ്കിലും തെരുവിൽ കൊടുക്കാം. അതൊക്കെ ഇങ്ങനെ എടുത്തേപ്പം ഇത് സെപ്പറേറ്റ് ഇടണം. നാളെ ഇരുന്നാലും കേടുവരില്ല, പക്ഷെ ചമ്മന്തി കേടുവരും. ഇതൊക്കെ നമുക്ക് എക്സ്ട്രാ കൊടുക്കാം. ഇത് സെപ്പറേറ്റ് ഇട്ടൊരു കവർ. കുറച്ച് എക്സ്ട്രാ പാക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലേ 98 എണ്ണോ 99 എണ്ണോ? 98 ഇത് അതിൻ്റെ അവിടെ ഉണ്ട് ഒരു പൊങ്കൽ, അതിങ്ങ് എടുക്കാം. ഇത് എക്സ്ട്രാ കൊടുക്കാം.
ഇതൊന്നും കൂടി ഉണ്ടാവും. അപ്പൊ ലൈവ് വരാം നമുക്ക്. പൊങ്കലുണ്ടോ? വേണം അതാ എക്സ്ട്രാ. അപ്പം ലൈവ് വരാം. ഞാൻ ആദ്യം ഇവിടേക്ക് ഒന്ന് സെറ്റാക്കിയിട്ട് എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ കണ്ടോ, ഇതൊക്കെ നിങ്ങളുടെ അന്നദാനത്തിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയത്. ഇതൊക്കെ ഞങ്ങളുടെ കോലാഹലങ്ങൾ കണ്ടോ, ഇതൊക്കെ പാക്ക് ചെയ്തത്. മറിക്കേട്ടാ 99 പേരുടെ ഭക്ഷണം. ഇതൊക്കെ ഇനി ഓട്ടോയിൽ കയറ്റി നമ്മളൊരു പോക്ക് അങ്ങോട്ട് പോവും. ഹരേ നാരായണ. കണ്ടോ, കിച്ചുവിടുന്ന കാണണോ? ഓക്കെ, കണ്ടോ കിച്ചുവിട്ടനെ? അപ്പോൾ ഞാൻ അന്നദാനത്തിൻ്റെ ലൈവിൽ വരാം. ലൈവിൽ കാണാം. ഓക്കെ, നമസ്തേ.